അല്ല, താങ്കൾ ഇപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നത് മെഴുകുതിരിയും നിലവിളക്കും ഒക്കെ കത്തിച്ചു വച്ചാണ്. താങ്കൾ ഒരു ഹൈന്ദവനായ ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു പ്രകോപനപരമായ ഒരു ചോദ്യമായി കാണും. ഇല്ല ഇല്ല, അത് ഈ ഒന്നാമത്തെ കാര്യം, ഹൈന്ദവൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യക്കാരൻ വാസ്തവത്തിൽ ധരിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഈ ഒരു ഹൈന്ദവ ചിന്താഗതിയോടും ഒക്കെ ഇത്രയും കൂടുതൽ ഒരു 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 സാധാത്മ്യം പ്രാപിക്കാവുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകാൻ എന്തായിരുന്നു അടിസ്ഥാനപരമായി? അത് പ്രധാനമായി എൻ്റെ അച്ഛൻ്റെ താല്പര്യം കൊണ്ട് ആകാം. അച്ഛന് വളരെ താല്പര്യമുണ്ടായിരുന്നു. ആഗമാനന്ദ സ്വാമികളും അച്ഛനും വലിയ അടുപ്പക്കാരായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ അച്ഛന് ഭഗവത്ഗീത വലിയ ഇഷ്ടമായിരുന്നു. അത് അച്ഛന് വായിക്കുകയും പള്ളി പ്രസംഗങ്ങളിൽ രണ്ടും കൂടെ റിലേറ്റ് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലം, വളരെ ചെറുപ്പത്തിൽ തന്നെ പള്ളി കാണുമ്പോൾ കുരിശ് വരയ്ക്കണമെന്ന് പഠിപ്പിച്ച അച്ഛൻ ഒരു 10-12 വയസ്സായപ്പോൾ അമ്പലം കണ്ടാലും കുരിശ് വരയ്ക്കണമെന്ന് തന്നെ പഠിപ്പിച്ചു. പക്ഷേ ഇനി പല മതങ്ങളുടെ നേതാക്കന്മാർക്ക് ആ കാഴ്ചപ്പാട് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അത് അവർക്ക് മതം ശരിക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇപ്പം ഈ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നത് യഥാർത്ഥ ഈശ്വരവിശ്വാസികളല്ലല്ലോ. ഓരോ മതത്തിൻ്റെയും പേരിൽ ബഹളമുണ്ടാക്കുന്ന ആളുകൾ അല്ല അതിലെ ഏറ്റവും വലിയ വിശ്വാസികൾ. ഇപ്പോൾ വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത് മദർ ടെറേസയുടെ ഒരു പ്രശസ്തമായ വാക്യമുണ്ട്: ഐ ലവ് ഓൾ റിലിജിയൻസ്, ഐ ആം ഇൻ ലവ് വിത്ത് മൈ റിലിജിയൻ. അങ്ങനെ ഒരു സമീപനം ഉണ്ടാവണം. അവനവൻ്റെ മതം വേണ്ട എന്ന് വെച്ചിട്ട് മറ്റു മതത്തിൽ, ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയായി ജനിക്കുകയും വളരുകയും ചെയ്ത ആളാണ്. ഞാൻ ക്രിസ്തു മതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇതല്ല ശരി, ഇസ്ലാമാണ് ശരി, അല്ലെങ്കിൽ ഹിന്ദു മതമാണ് ശരിയെന്ന് പറയുന്നതിനകത്ത് അങ്ങനെ എനിക്ക് തോന്നിയാൽ പറയാൻ പാടില്ല എന്നല്ല. അത് ദാറ്റ് ബിക്കംസ് കൺവേർഷൻ, ഏത് ഡയറക്ഷനിലായാലും. അങ്ങനെയല്ലാതെ അവനവൻ്റെ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ക്രിസ്ത്യൻ തിയോളജിയിൽ 3 സ്ട്രീംസാണ് പ്രധാനമായിട്ട്: എക്സ്ക്ലൂസിവിസം, ഇൻക്ലൂസിവിസം, പ്ലൂറലിസം. ഇതിൽ ഇൻക്ലൂസിവിസം വരെ റോമൻ കത്തോലിക്ക സഭ വത്തിക്കാൻ ശേഷം വന്നിട്ടുണ്ട്. ഞാൻ ഒരു പ്ലൂറലിസ്റ്റാണ്. അതുകൊണ്ട് റിലീജിയസ് പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളിലും അവരവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈശ്വരൻ സ്വയം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണെന്ന് അംഗീകരിക്കുകയാണ്. എൻ്റെ അച്ഛൻ എന്നോട് ചെറുപ്പത്തിലേ പറഞ്ഞത്, തൻ്റെ കുഞ്ഞിന് സുഖമില്ലാതെ ഇരിക്കുമ്പോൾ ആ കുട്ടിക്ക് സുഖം കിട്ടണമെന്ന്, ആരോഗ്യം തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നത് കേട്ടാൽ എൻ്റെ പേര് അതല്ല എന്ന് പറയുന്നവനാണ് ദൈവമെങ്കിൽ അതെന്ത് ദൈവമാണെന്നാണ്. അപ്പോൾ അതിനകത്തൊരു വലിയ തത്വമുണ്ടായിരുന്നു. ഈ പറഞ്ഞ കാലത്ത് കേട്ട് അതിൻ്റെ ഒരു ഭംഗി മാത്രമേ തോന്നിയുള്ളൂ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തൊരു വലിയ തത്വമാണ് അച്ഛൻ പറഞ്ഞത്. അല്ല, ഒരു സർവമത സത്യവാദം ബബ പൗളിൻ്റെ മനസ്സിൽ ജനിപ്പിച്ചത് വാസ്തവത്തിൽ ക്രൈസ്തവ പുരോഹിതനായിരുന്ന അങ്ങയുടെ അച്ഛൻ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ വായനകളൊക്കെ അതിലേക്ക് നയിച്ചിട്ടുണ്ടാവാം. പല ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ഈ ഒരു സമീപനം എൻ്റെ മതത്തെ ഞാൻ ഒരിക്കലും ചെറുതായി കാണുകയല്ല. പക്ഷേ ഇപ്പോൾ ഇതിലെ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന യക്ഷിയാൽത്തറയിൽ 3 സ്ഥലങ്ങളിങ്ങനെ ആരാധന മൂർത്തികളെ കാണുമ്പോൾ ഞാൻ ജനിച്ചു വളർന്ന കുറുപ്പമ്പടിയിലെ പള്ളിയിലെ 3 ത്രോണോസുകളാണ്, അൾത്താരകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ അവിടെയും ഞാൻ വണങ്ങുന്നു. അത് ഞാൻ എൻ്റെ മതത്തെ നിഷേധിക്കുന്നത് കൊണ്ടല്ല. ഈശ്വരൻ ഓരോ സമൂഹത്തിനും ഓരോ സംസ്കൃതിക്കും ആവശ്യമായ രീതിയിൽ, അനുയോജ്യമായ രീതിയിൽ സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ പ്ലൂറലിസത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം. അത് നമ്മുടെ ദൈവത്തെ പേരിട്ട് വിളിക്കുന്നതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നമേ. ബൈബിളിൽ പറയുന്നത് ഈശ്വരൻ മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നാണ്. ഇപ്പം മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശ്വരനെ അവനവൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കുക. അതുകൊണ്ടാണ് ഈ കോൺഫ്ലിക്റ്റ് മുഴുവൻ ഉണ്ടാവുന്നത്. അല്ല, ഇങ്ങനൊരു സത്യചിന്ത ഇപ്പോൾ കുറഞ്ഞു വരുന്നതിന് കാരണം ക്രൈസ്തവരുടെ വൈദികരായാലും മതപരിരക്ഷന്മാരായാലും ഇസ്ലാം മതത്തിൻ്റെ നേതാക്കളാണെങ്കിലും ഹിന്ദു മതത്തിൻ്റെ നേതാക്കളാണെങ്കിലും ഈ വിശ്വാസം ഉൾക്കൊള്ളാൻ തയ്യാറാത്തത് കൊണ്ടാണ്. അത് മാത്രമല്ല, ചില ആളുകളുണ്ട് വളരെ പ്യൂരിറ്റാനിക്കാണ്. ഞാൻ 1985 മുതൽ 85 ആദ്യമായി ഈ മതപരിവർത്തനത്തിനെതിരായി പരസ്യമായി പ്രസംഗിച്ചത്. എറണാകുളത്ത് വെച്ചായിരുന്നു. അപ്പം അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു, ഈ 5 ബിഷപ്പിനെ എടുക്കുമ്പോൾ അതിലൊരാൾ ദളിത ക്രൈസ്തവനല്ലെങ്കിൽ
അത് കൊടുക്കാനുള്ള സന്മനസ് നമ്മൾ കാണിക്കാത്തടത്തോളം കാലം അവരെ ഈ സ്വർഗ്ഗരാജ്യം നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കി കൊണ്ട് കിട്ടുന്ന റിസർവേഷൻ കളയരുത്. നമ്മൾ പാലിക്കേണ്ട ഒരു നിയമം അവരവരുടെ മതത്തിലെ പോരായ്മകളെക്കുറിച്ച് മാത്രമേ അവരവർ പറയാവൂ. ഹിന്ദു മതത്തിൽ ഇന്ന ഇന്ന അനാചാരങ്ങളുണ്ട് എന്നൊരു ഹിന്ദു വേണം പറയാൻ, ഇസ്ലാമിൽ ഇന്ന ഇന്ന അനാചാരങ്ങളുണ്ടെന്ന് ഇസ്ലാമിൽപ്പെട്ടവർ പറയാം. അതുകൊണ്ട് ഞാൻ സഭ എന്ന് പറയുമ്പോൾ ക്രിസ്തു മതത്തിലെ അനാചാരങ്ങളെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഇത് ആപ്ലിക്കബിൾ ആണ് അവരവർക്കായ തരത്തിൽ. അല്ല, ഈ അടിസ്ഥാനത്തിൽ തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങ് ഉൾക്കൊള്ളുന്ന ഓർത്തഡോക്സ് ക്രൈസ്തവ സഭ, അതിൽ വിശ്വാസപരമായ തർക്കങ്ങൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ട്. അത് നിയമക്കോടതിയിൽ പോയി നിയമക്കോടതിയിൽ പരിഹാരം കാണുന്നതിന് പകരം ദൈവിക ശാസ്ത്ര വിദഗ്ധന്മാരുടെ ഒരു സദസ്സിൽ വെച്ച് അതിന് പരിഹാരം കാണാൻ അവർക്ക് കഴിയാത്തത് ഒരു ക്രൈസ്തവ രീതിയാണ്. ക്രൈസ്തവ രീതി അല്ല എന്ന് സെൻറ്റ് പോൾ പറഞ്ഞിട്ടുണ്ട്. സെൻറ്റ് പോൾ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ വളരെ ഈ ഗ്രീക്കുകാരുടെ സംസ്കാരത്തിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കോടതി പോകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അവർക്ക് പലതരം കോടതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രീക്ക് ക്രിസ്ത്യൻസ് ആദ്യകാലത്ത് 1-ാം നൂറ്റാണ്ടിൽ അവരെല്ലാം ഈ ലിറ്റിഗേഷന് പോകും. അതിനെക്കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. നിങ്ങൾ തമ്മിലുള്ള തർക്കം തീർക്കാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ജ്ഞാനിയായ സഹോദരനില്ലയോ? നിങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടാകുന്നതേ മോശം, അത് തീർക്കാൻ വേണ്ടി പുറത്തുള്ള ആളുകളെ ആശ്രയിക്കുന്നത് അതിനേക്കാൾ മോശം. ഇത് സെൻറ്റ് പോൾ ആ കാലത്ത് എഴുതി വെച്ചതാണ്. അവിടെ എഴുത്തിൻ്റെ ഒന്നും കുറവുകൊണ്ടൊന്നുമല്ല. ഇതൊക്കെ വളരെ മാനുഷികമല്ലേ. ഇതിനകത്ത് വിശ്വാസത്തിൻ്റെ ഒന്നും ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ അധികാരത്തിൻ്റെയും പ്രോട്ടോക്കോളിൻ്റെയും പ്രശ്നങ്ങളാണ് ഈ വഴക്കിനകത്തൊക്കെ ഉള്ളത്. ഈ വിശ്വാസ കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു ചാഞ്ചല്യം ഉണ്ടാകുന്നതിന് എന്താണ് അടിസ്ഥാനം? മാനുഷികമായ ബലഹീനത എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ പറയാറില്ലേ, ഒരു മലയാളിയെ ഉള്ളെങ്കിൽ അവൻ ജോലി ചെയ്യും, 2 മലയാളി ഉണ്ടായാൽ ഒരു കേരള സമാജം ഉണ്ടാക്കും, 3 മലയാളി ഉണ്ടായാൽ 2 കേരള സമാജം ഉണ്ടാകും. ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ബാബു പാൾ. ആണ്. ഈ പ്രാർത്ഥനയിൽ മുഖ്യമായും ആ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നത് സ്വന്തം ജീവിതത്തിനൊരു നേർവഴി ഉണ്ടാകാനോ അല്ലെങ്കിൽ അതോടൊപ്പം സമൂഹത്തിന് തന്നെ എന്തെങ്കിലും? പൊതുവായി ഈ 3 രീതിയിലാണ് പ്രാർത്ഥനയ്ക്കകത്ത് വരുന്നത്. ഒന്ന്, സ്വന്തം മക്കൾക്ക് വേണ്ടിയും സ്വന്തം ബന്ധുക്കൾക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 2, പ്രത്യേകമായി പ്രാർത്ഥന ആവശ്യപ്പെടുന്ന രോഗികൾ മുതലായവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 3, ലോക സംബന്ധമായ കാര്യങ്ങളിൽ ഈശ്വരഹിതം നിറവേറും. ഒരു സ്ഥലത്ത് വഴക്കുണ്ടായി, സാമുദായിക ലഹള ഉണ്ടായി എന്ന് കേട്ടാൽ പിറ്റേ ദിവസത്തെ എൻ്റെ പ്രാർത്ഥനയിൽ അതൊരു വിഷയമായിരിക്കും. അവിടെ എന്താ സംഭവിച്ചത്, ആരാ കുറ്റക്കാരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അവിടുത്തെ പ്രശ്നവും തീർത്തു കൊടുത്താൽ തിരക്കേടില്ല.